പഠനത്തിന് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു ജോലി തേടി കണ്ടെത്തണം, അതിന് പറ്റിയൊരു സ്ഥലം ഉദ്ദേശിക്കുന്നത് ദുബായാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് എന്നെ ഇവിടെ ദുബായി കൊണ്ടുവന്നതും നമുക്കൊരു താങ്ങാവുന്നതും. അവന് എല്ലാവരും ഒരു ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്, എല്ലാവരും ബാച്ചിലർ റൂമിൽ നിൽക്കുന്നത്. ഞാൻ വന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നെ പറഞ്ഞു, നീ വന്നോ, നമുക്ക് ഒരു സ്ഥലം തരാം, നിനക്ക് നിൽക്കാൻ ഒരിടം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാട് നമുക്ക് ദുബായിനെ പറ്റി കിട്ടി. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നത് ദേറ ഫിർജ് മിറാർ എന്ന് പറഞ്ഞിട്ട് നൈഫിൻ്റെ അടുത്തുള്ള ഏരിയയിലാണ് വന്നത്. കാറിൽ വന്ന് ഞാൻ ഇറങ്ങി, 2 ബിൽഡിങ്ങുകളുടെ ഇടയിൽ വന്ന് ഇറങ്ങി, കാറിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ 2 സൈഡിലും ഒരു 5-8 ലുങ്കികളാണ് അവിടെ കിടക്കുന്നത്. ലുങ്കി നനച്ച് ഉണക്കാനിട്ട തോർത്തുകൾ, ഇതൊക്കെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നത്, ഞാൻ ഈ മമ്മൂട്ടിയുടെ സിനിമയിൽ ദുബായ് കണ്ട ആ ദുബായ് ആണോ, അതോ ശരിക്കും നമ്മൾ ഡൽഹിയിൽ VFSൻ്റെ ഓഫീസിൽ വിസ അടിക്കാൻ പോയപ്പോൾ ഡൽഹി പോയി, അപ്പോൾ ഞാൻ ഡൽഹിയിലാണോ എത്തിയെന്നുള്ളൊരു ഫീലിംഗ് തോന്നി. മൻസൂർ ആദ്യം കാലുത്തിപ്പോൾ തന്നെ എൻ്റെ പൊളിച്ചർ ചെയ്തതാണ്. നേരെ വന്നിറങ്ങി തന്നെ നേരെ കൊണ്ടുപോയിട്ട് ഒരു പട്ടാളിയുടെ കൊണ്ടുപോയിട്ട് മട്ടൻ പായ നീട്ടിച്ച് റൊട്ടി തന്നിട്ട് എന്നോട് നടത്തിച്ച് കാണിച്ചത്. ഇതാണ് ഇവിടുത്തെ രീതി.